ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു സർപ്രൈസ് കേക്കിൻ്റെ ഒരു ഡെക്കറേഷൻ വീഡിയോ കണ്ടാലോ. പൊതുവേ ഒരാളിപ്പം കേക്ക് ഓർഡർ ചെയ്യുന്ന ടൈമിൽ ആ ആൾ കൊടുക്കുന്ന ആൾക്ക് സർപ്രൈസ് ചെയ്യാനായിരിക്കും മേ ബി ഓർഡർ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ കസ്റ്റമർക്ക് നമ്മളൊരു സർപ്രൈസ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അപ്പം കമോൺ. അങ്ങനെ നമ്മളെ സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ളൊരു ചേച്ചി തന്ന ഒരു ഓർഡറായിരുന്നു. അവർ ത്രൂ വന്ന ഒരു ഓർഡറായിരുന്നു. അങ്ങനെ വേറെ എവിടുന്നുമല്ല, നമ്മളെ നെന്മണ്ട ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്നായിരുന്നു. അവിടെയുള്ളൊരു സാറ് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു, ഇങ്ങനെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊരു യോഗ എന്ന് പറഞ്ഞൊരു കാര്യം കണ്ടപ്പോൾ തന്നെ ഓക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ കസ്റ്റമൈസേഷനും വർക്കും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നോർമൽ ഒരു കേക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് അവർക്ക് ഇത്ര ബഡ്ജറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ഒതുക്കിയിട്ടുള്ളത് ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോർമൽ ഒരു കേക്ക് ഉണ്ടാക്കുമ്പം അതിൽ എക്സ്ട്രാ വർക്ക് വരുമ്പം, കസ്റ്റമൈസ്ഡ് വർക്ക് വരുമ്പം അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വരും. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര ഒരു ബഡ്ജറ്റ് ഇല്ല. അങ്ങനെ പറഞ്ഞപ്പം ഓക്കെ, സാധാ എന്നാൽ നോർമൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഫസ്റ്റ് ഓർഡറിനൊക്കെ നമ്മൾ ചെറിയ ഡിസ്കൗണ്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഇതൊരു കുറച്ച് ഗുമ്മിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒന്നാമത് ഇതൊരു യോഗ തീമിനാണ്. അപ്പോൾ പിന്നെ വേറെ തീമും കാര്യങ്ങളും തേടി പോകേണ്ട ആവശ്യവും വരുന്നില്ല. അങ്ങനെ നമ്മൾ പഠിച്ച കാര്യമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തു. അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു, ദെൻ പ്രിൻ്റ് എടുത്തു. പിന്നെ അവർ റൈറ്റിംഗ് തന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഡിസൈൻ ചെയ്തൊരു ടോപ്പർ പോലെ സെറ്റ് ചെയ്തു. അങ്ങനെ ഒരു സിമ്പിൾ കേക്കാക്കിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇത് ടോൾ കേക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലുക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കെന്താ തോന്നുന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് നോർമൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ മുകളിലായിട്ടൊരു വേവ് പോലെ കൊടുത്തു. ദെൻ സൈഡിൽ ചെറിയൊരു ഇതാണ്, അത് നാളെ ആകുമ്പോഴേക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആവും കളറ്. ഇപ്പം നല്ലൊരു ചെറിയൊരു ബ്രൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത്, ഗ്രീൻ കളർ. പക്ഷേ കണ്ടില്ലേ, നാളെ മീൻസ് നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്ക് അതിലൊന്ന് ജസ്റ്റ് ഡിം ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത ഓരോ പ്രിൻറ്റും കാര്യങ്ങളുമാണ്. പിന്നെ യോഗ പഠിച്ചിട്ട് യോഗേൻ്റെ ആസനത്തിൻ്റെ പേര് പറയാതെ പോകുന്നത് മോശമല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ പർവ്വതാസനം വെച്ചു, പിന്നെ സിദ്ധാസനം വെച്ചു, ദെൻ ലാസ്റ്റ് വൺ ധനുരാസനം വെച്ചു. യോഗ 7th ബാച്ച് ബാലബോധിനി എന്ന ടോപ്പറും വെച്ചിട്ടുണ്ടായിരുന്നു. ബോധിനി, അപ്പം ഈ ഒരു ടോപ്പറും കൂടി ഒന്ന് സെറ്റ് ചെയ്തു. ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാനുണ്ടെങ്കിലും കൂടെ ഒന്ന് പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം തന്നെ പാക്ക് ചെയ്തു. ഒന്നാമത് ടൈം നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട്. അവർ ഒരു 9:15 അവിടെ എത്തിക്കാനാണ് പറഞ്ഞത്. നമ്മളിവിടുന്ന് ഇത് സെറ്റ് ചെയ്യുന്നത് 9:15. അപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് നല്ലപോലെ ടെൻഷൻ കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം തന്നെ അത് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത്, പിന്നെ അവരൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ണിയപ്പം. അത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി തന്നെ സെറ്റ് ചെയ്ത് വീട്ടിലെത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കേക്കുമായിട്ട് നമ്മൾ ഡെലിവറിക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് അവിടേക്കൊരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചു. അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അവരുടെ ധൃതിയിൽ അവർ വേഗം കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കോള് കണ്ടപ്പോൾ പെട്ടെന്ന് നല്ല ടെൻഷനായി. ഒന്നാമത് അവർ വഴക്ക് പറയാനാണോ വിളിച്ചതെന്നുള്ള ഇതിലായിപ്പോയി. അപ്പം അതിനൊന്നല്ലായിരുന്നു വിളിച്ചത്. കേക്ക് അടിപൊളിയായിട്ടുണ്ട്. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു തീമിൽ തന്നെ കേക്ക് സെറ്റ് ചെയ്തിരുന്നുള്ളത്. അവർക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞു. പിന്നെ കേക്കും നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മറ്റു കാര്യങ്ങളും പറഞ്ഞു. അതോടെ തന്നെ ടെൻഷനെല്ലാം എതിലെയോ പോയി. അപ്പോൾ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഡേ കാണാം.